UDF ക്യാമ്പിൽ നിന്ന് വലിയ ചിരിയോടുകൂടിയുള്ള VD സതീശന്റെ മുഖമാണ്. VD സതീശൻ ഇതാ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. VD സതീശന്റെ പ്രതികരണം എന്താണ് എന്ന് കേൾക്കാം. VD സതീശൻ UDFന്റെ വലിയ വിജയത്തിന് ശേഷം VD സതീശൻ ഇതാ പ്രതികരിക്കാനായി എത്തുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. ഞങ്ങളുടെ ടീം UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ വിജയം സാധ്യമാക്കി തീർത്ത UDF നേതാക്കൾക്കും 10,000 വരുന്ന UDF പ്രവർത്തകർക്കും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു. കേരളത്തിലുടനീളം ശക്തമായ പ്രചരണം നടത്തിയ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയ്ക്കും ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും മറ്റ് AICC നേതാക്കൾക്കും ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ഒരു വാക്ക് നൽകിയിരുന്നു. കേരളത്തിലെ UDFനെ തിളക്കമാർന്ന വിജയത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരുവാൻ. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും വലിയ ഉജ്ജ്വലമായ വിജയം ടീം UDFന് സമ്മാനിച്ചത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ഒരു കുടുംബമായി, ടീം UDF ഫാമിലിയായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. നേതാക്കളും പ്രവർത്തകരും എല്ലാവരും. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിനുള്ള ഒരു മാതൃകയാണ് കേരളത്തിലെ ടീം UDF എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേരളത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ രാജ്യത്തോട്. നമ്മുടെ കേരളം മതേതര കേരളമാണ് എന്ന് രാജ്യത്തോട് മലയാളികൾ നടത്തിയ പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വർഗീയവാദത്തിൻ്റെയും മുന്നിൽ കീഴടങ്ങാതെ എല്ലാ വർഗീയവാദത്തിനും എതിരായ ശക്തമായ സെക്യുലർ നിലപാടെടുത്തതിൻ്റെ അംഗീകാരം കൂടിയാണ് തന്നിരിക്കുന്നത്. എനിക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളും ചെറുപ്പക്കാരും UDFനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷയാണ്, ചെറുപ്പക്കാരുടെ പ്രതീക്ഷയാണ് ഇനി UDF. ഞങ്ങൾ പുതുയുഗ യാത്രയിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ഒരു പുതുയുഗം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഭരണമുണ്ടാകും കേരളത്തിൽ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, ഈ രാജ്യത്തെ 1-ാം സ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായി UDF മുന്നോട്ട് പോകും. ഒരുമിച്ച് മുന്നോട്ട് പോകും. ജനങ്ങൾ നൽകിയ ഈ വലിയ അംഗീകാരം അത് മറക്കാൻ ഒരിക്കലും കഴിയില്ല. അത് അവരുടെ പ്രതീക്ഷയും അവരുടെ സ്വപ്നവുമാണ്. അതിനെ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും. ഞാൻ കരുതുന്നു കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ജാതിമത ചിന്തകളില്ലാതെ UDFനെ സഹായിച്ചു. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും, നമ്മൾ മലബാറെന്നും കൊച്ചിയെന്നും തിരുവിതാംകൂറെന്നും ഒക്കെ ഇപ്പോഴും വേർതിരിച്ച് സാധാരണ പറയാറുള്ള ഈ കേരളത്തിലെ എല്ലാ പ്രദേശത്തും വലിയ വിജയമാണ് ഉണ്ടായത്. ജാതി മതത്തിന് അപ്പുറത്തായി, സ്ഥലങ്ങളുടെ പ്രത്യേകതയ്ക്ക് അപ്പുറമായി ഉള്ള വലിയ വിജയം, കേരളത്തിലെ എല്ലാ ജനങ്ങളും നൽകിയ വലിയ വിജയമാണ് UDFനുണ്ടായിരിക്കുന്നത്. തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഞാൻ കരുതുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായി CPMന് വോട്ട് ചെയ്യുന്നവർ, ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അവരോടെല്ലാം നന്ദി പറയുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടണമെന്നും UDF വിജയിക്കണമെന്നും ആഗ്രഹിച്ചവർ UDF കുടുംബത്തിലല്ലാത്ത പുറത്തു നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് CPM കോട്ടകൾ വരെ പൊളിച്ചടുക്കാൻ കഴിഞ്ഞ ഈ വിജയം ജനങ്ങൾ സമ്മാനിച്ചു. CPMന്റെ ഏറ്റവും വലിയ കോട്ടകൾ വരെ ഇളകി വീണ ഒരു തെരഞ്ഞെടുപ്പാണിത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിൻ്റെ ഈ തീരുമാനം, ആ തീരുമാനമാണ് സുപ്രധാനമായൊരു രാഷ്ട്രീയ തീരുമാനം.
രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയം ഉണ്ടാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ഞങ്ങളുടെ UDF-നുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കും. ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, പുതിയുഗ യാത്രയിൽ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ, ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോളാൻ പറഞ്ഞു, ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ പറഞ്ഞു അവർ നമുക്ക് വോട്ട് ചെയ്യാൻ പോകണമെന്ന്. ഗുഡ് കമ്മ്യൂണിസ്റ്റ്. ഉത്തമ കമ്മ്യൂണിസ്റ്റ്, അതാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ ഇടതുപക്ഷ സഹയാത്രികരായി 3-4 പതിറ്റാണ്ടുകളായി കേരളത്തിൽ സഞ്ചരിച്ചവർ. ഞാൻ പറഞ്ഞല്ലോ, അവർ തീവ്ര വലതുപക്ഷമാണ്. ഞങ്ങളാണ് നെഹ്റുവിയൻ ഇടതുപക്ഷം എന്ന് ഞങ്ങൾ കേരളത്തോട് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ആ വാക്കുകളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളുടെ വാക്കുകൾക്ക് വിശ്വാസ്യതയുണ്ടായി. ഞങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ചതിനുള്ള നന്ദി കൂടിയാണ് ഞാനിവിടെ പ്രകാശിപ്പിക്കുന്നത്. എല്ലാ വാക്കുകളും അവർ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ അതിശക്തമായ നിലപാട്, പുതിയ കേരളത്തെക്കുറിച്ചുള്ള, പുതുയുഗത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ പദ്ധതികൾ, ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത ജോലിയാണ് ഞങ്ങൾ ചെയ്തത്. എന്താ ചെയ്തത്? എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകണം, ബദൽ ഉണ്ടാകണമെന്ന് കരുതി ആരോഗ്യ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെല്ലാം ഞങ്ങൾ പഠനം നടത്തി, ഗൃഹപാഠം ചെയ്തു. എന്നിട്ട് തയ്യാറാക്കിയ പദ്ധതികളാണ് പുതുയുഗ യാത്രയിൽ. ന്യൂ ഈറയാണ്, പുതിയ യുഗമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. എനിക്ക് അഭിമാനമുണ്ട്, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഹർത്താലും ബന്ധും പോലും നടത്താതെയാണ് ഈ പ്രതിപക്ഷം ഈ വിജയം നേടിയെടുത്തത്. ഒരു ഹർത്താലും ബന്ധം നടത്താതെ. ഇത് നമ്മുടെ പുതിയ കേരളമാണ് എന്ന് കേരളത്തിന് പുറത്തേക്കുള്ള ഒരു സന്ദേശം കൊടുക്കാൻ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ടും ഞങ്ങൾ ശ്രമിച്ചു. ഞാനൊരു ജോൺ ഇരിക്കുന്നുണ്ട് അടുത്ത്, എന്നാലും ഞാൻ പറയാം, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിനേക്കാളേറെ ഒരു വലിയ സന്തോഷമുണ്ട്. കേരള ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചെടുത്ത തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ചരിത്രത്തിൽ 62 ഉള്ളു 2001. 60-ൽ 60 സീറ്റ് അല്ലേ? 77-ൽ 38 സീറ്റുകൾ. 2011 ജയിച്ചപ്പോൾ 38 സീറ്റുകൾ. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് കേരള ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.